ഹേ സിംപിൾ. അപ്പൊ ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ച ഒരു വീഡിയോ ആണ്. അതായത് പിന്നെ പറയാമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ദൃശ്യം 3 പറ്റിയാണ് ഈ വീഡിയോ. ഇതൊരു റിവ്യൂ അല്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മുൻ ദൃശ്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് പറയേണ്ട കാരണം ട്വിസ്റ്റും പിന്നെ സ്പോയിലേഴ്സ് ഒക്കെ പറയും. നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒട്ടും തന്നെ കാണരുത്. ഫുൾ സ്പോയിലേഴ്സ് ആണ് പറയാൻ പോണത്. കാരണം നമുക്ക് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയാനുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കാം, ഞാനൊരു മോഹൻലാൽ ഫാൻ തന്നെയാണ്. എനിക്ക് സിനിമ ഒരു ആവറേജ് പടമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ആവറേജ് പോട്ടെ, ഒരു എപ്പോൾ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കണം. മൊത്തത്തിൽ ദൃശ്യം 3 ഈ ഫ്രാഞ്ചൈസിൽ വന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇത്തിരി വീക്കായിട്ടുള്ള ചിത്രമാണ്. അതായത് ഫസ്റ്റ് ഹാഫ് നൈസ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നി. ക്ലൈമാക്സ് അത്ര ദഹിച്ചിട്ടില്ല എന്ന് തന്നെ ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ്റെ ആക്ടിങ് കൊണ്ട് മാത്രം നമ്മുടെ ഒറ്റയടിക്ക് സിനിമ ഭയങ്കര നൈസാണെന്ന് പറയാൻ പറ്റും. ലാലേട്ടൻ്റെ ആക്ടിങ് കൊണ്ട് മാത്രം നമുക്ക് ഈ ദൃശ്യം 1, 2, 3 ഒക്കെ ഈ 3 സിനിമയും ലാലേട്ടൻ എത്രമാത്രം കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ദൃശ്യം 3യുടെ മറ്റ് റീമേക്ക് പാർട്ടുകളൊക്കെ നിങ്ങളൊന്ന് കണ്ടാൽ മതി. ലാലേട്ടൻ അഭിനയിച്ചത് എന്തുമാത്രം കിടിലായിട്ടാണ്. ഈവൻ ബെറ്റർ ദാൻ കമൽ ഹാസൻ. ലാലേട്ടനെ പറ്റിയൊന്നും ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ദൃശ്യം 3നെ പറ്റി പറയാം. ദൃശ്യം 1, 2, 3 ഈസ് ഫസ്റ്റ്. ഈ 3 സിനിമയുടെ സീക്വൻസിലും ഏറ്റവും കിടിലം ഇത് OG ദൃശ്യം തന്നെയാണ്. ദൃശ്യം 1 അത് കിടിലം തന്നെയാണ്. ഒന്നെങ്കിൽ അവിടെ വെച്ച് അവസാനിക്കാം. ഓക്കെ, ഒരു ബാഹുബലി അങ്ങനെയൊക്കെ ആ ടൈമൊക്കെ ആണല്ലോ. അപ്പം അതുപോലെ ഒരു സീക്വൻസ് റിലീസ് ചെയ്യാം. ദൃശ്യം 2 OTT-യിലാണ് റിലീസ് ചെയ്തത്. നല്ല കിടിലം തന്നെയായിരുന്നു. OTT-യിൽ കണ്ടുകൊണ്ട് പറയേണ്ട, തിയേറ്ററിൽ ഇറങ്ങണം എന്ന് തോന്നിയൊരു ചിത്രമാണ്. OTT-യിൽ ഇറങ്ങിയ എല്ലാ ചിത്രവും തിയേറ്ററിൽ ഇറങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ദൃശ്യം 2. നല്ല കിടിലം തന്നെയായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. അത്യാവശ്യം ലോജിക്കലി കറക്റ്റും അങ്ങനെ സംഭവിച്ച അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ജോർജ് കുട്ടിയുടെ തലച്ചോറ് വർക്കായ ഒരു സിനിമ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് സംഭവങ്ങളൊക്കെ കൊണ്ട് കിടിലായിട്ട് ഞെട്ടിയിട്ടുണ്ട്. അതിനാൽ നൈസായിരുന്നു. ജിത്തു ജോസഫ് തന്നെ കത്തിക്കുന്ന ടൈം തന്നെയായിരുന്നു. ദൃശ്യം 2 കിടിലം തന്നെയായിരുന്നു. ഇനി ദൃശ്യം 3നെ പറ്റി കിടക്കാം. ആവശ്യമില്ലാത്ത ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദൃശ്യം 2 അത്യാവശ്യം നൈസ് തന്നെയാണ്. വരുണിൻ്റെ അസ്ഥികളൊക്കെ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞു. ദർ ഈസ് നോ എവിഡൻസ്. അപ്പം എവിഡൻസ് ഇനിയൊന്നുമില്ല. സോ ഇനി ആ കഥ എങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്നുള്ളൂ. കഥയുടെ സ്വാഭാവികം അവിടെ നിന്നു. വേണമെങ്കിൽ കുടുംബത്തിൻ്റെ അവർ ഇപ്പം ദൃശ്യം 3 അത് തന്നെ പറഞ്ഞു വെക്കണം. ഫസ്റ്റ് ഹാഫിൽ മോളെ കെട്ടിച്ച് കൊടുക്കാനുള്ള പാട്, മറ്റേ ക്യാരക്ടറിൻ്റെ പക, അതായത് നമ്മുടെ ജോർജ് കുട്ടിയുടെ അസ്ഥി ആ ഓഫീസറില്ലേ, പുള്ളിയുടെ ഓഫീസറല്ല, ആ ഗാർഡിൻ്റെ പക, ആ സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് കടത്തിയത്. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ കലാഭവൻ ഷാജനോടും പിന്നെ ജിത്തു ജോസഫ്, മോഹൻലാൽ എന്നിവരോടൊക്കെ ചോദിച്ചപ്പോൾ ഷാജോണ് സിനിമയിൽ ഇല്ല, അവർ കണ്ടിട്ട് പോലും ഇല്ലാത്ത കിടിലൻ ആക്ടിങ് തന്നെയായിരുന്നു എല്ലാവരും. അതെന്നാലും സിനിമയിൽ വർക്കായതുകൊണ്ട് മാത്രം നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഷാജോനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം ഞാൻ ദൃശ്യം ഒരു 3 ഇറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചത് നമ്മുടെ ഷാജോനെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും. ഷാജോൻ വീണ്ടും വരികയാണ് പോലീസായിട്ട്. എനിക്ക് ഉദ്ദേശിച്ച കഥ ഞാൻ വേറെ ആയിരുന്നെങ്കിൽ പോലും ഇത് അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. പിന്നെ ആ കണ്ണൊക്കെ ചുമപ്പാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊന്ന് ചുമ കൊടുത്താന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഷാജോൻ്റെ ക്യാരക്ടറും വലിയതായിട്ട് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ചെയ്ത ക്യാരക്ടറൊക്കെ ബോറായിരുന്നു. ഷാജോൻ്റെ ക്യാരക്ടറൊക്കെ കൊണ്ട് നിർത്തിയത് നിങ്ങൾക്ക് അറിയാലോ. കുറച്ച് കോമഡി രീതിയിലാണ് കൊണ്ട് നിർത്തിയത്. പിന്നെ ക്യാരക്ടർ കൺസിസ്റ്റൻസി അത് ഒരു സീക്വൽ ഇറക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലാലേട്ടൻ്റെ നല്ല കിടിലം തന്നെയാണ്. അത് ഒന്നുകൂടെ കൂടി എന്നൊന്ന് മാത്രം പറയാനുള്ളൂ. ബാക്കി എല്ലാവരുടെയും ഒരു തിരി, അതായത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഓക്കെ, കുഴപ്പമില്ല. മറ്റുള്ളവരുടെയൊക്കെ ക്യാരക്ടർ കൺസിസ്റ്റൻസി അങ്ങോട്ട് പോയി. ഒരാളെ മാറ്റി നിർത്താണ്ട് നമ്മുടെ മുരളി ഗോപി എന്നെ മാറ്റി നിർത്തണം. കാരണം പുള്ളിയുടെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥങ്ങളുടെ രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. ആ ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി ഒക്കെ പുള്ളി പിടിച്ചിട്ടുണ്ട്. ആ സംഭവമൊക്കെ, അതായത് പുള്ളിയുടെ ബിൽഡപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ജോർജ് കുട്ടി ആരാണെന്നും പുള്ളീനെ അത്രമാത്രം പേടിക്കണമെന്നും എന്നൊക്കെ പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സംഭവം എന്തായാലും മുരളി ഗോപി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഉള്ളതുപോലെ പുള്ളീനെ നൈസായിരുന്നു. ഒരു കിടിലും പോസിറ്റീവ് തന്നെ പുള്ളി. എന്നാലും നമുക്ക് ക്ലൈമാക്സിലേക്ക് തന്നെ ഇനി വലിച്ചു നീട്ടില്ല. ക്ലൈമാക്സിലേക്ക് കടത്തില്ല. ക്ലൈമാക്സാണ് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത്. എല്ലാവരും അതിലെ കിടിലം ലിസൺ ചെയ്തിട്ടുള്ള ലാസ്റ്റ് 30 മിനിറ്റ്സ് എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണ്. ഞാൻ എന്തായാലും അവരോട് യോജിക്കുന്നു. അപ്പം ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോൾ അൻസിബേന ലാലേട്ടൻ അതായത് കുറേ വെട്ടുന്നൊക്കെ ഉണ്ടല്ലോ. ആ സീൻ തൊട്ട് ഞാൻ സത്യങ്ങൾ ഡൗൺ ആയി. കാരണം ജോർജ് കുട്ടി സ്വന്തം കുടുംബത്തെ
സംരക്ഷിക്കാനാണ് ഈ പറയുന്ന 1-ലായ പോലും 2-ലായ പോലും ഇവനിപ്പോൾ അൻസിബേനെ അങ്ങനെ വെട്ടി, അതായത് വളരെ വയലന്റ് ആയിട്ടാണ് ചെയ്യണത്. ജസ്റ്റ് ഇങ്ങനെ ഒരു കത്തി വെച്ച് ഇവിടെ വെട്ടിന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതിനുശേഷം ബാക്ക് വെച്ച് അടിക്കണു, ബാക്കിലൊക്കെ അടിക്കുന്നുണ്ടല്ലോ, സ്പൈനൽ കോഡിനൊക്കെ ഒരു അത്രയും ബാക്ക് ടു ഫുൾ ആയതിന് പോലും ഡോക്ടർ എനിക്ക് പറയണോ കുഴപ്പമില്ലാത്ത രീതിയിൽ രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറയണമെന്ന് തോന്നുന്നത് അതിലെ ഡോക്ടർ. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡായിട്ടുള്ള ഒരാൾ തന്നെയാണ് ജോർജ് കുട്ടി എന്ന് ഉറപ്പാണ്. പക്ഷെ സ്വന്തം മോളോട് ഇത്രയും വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ ഒരു സീൻ കഴിഞ്ഞോടെ എനിക്ക് ആ സിനിമയോടുള്ള ഒരു ഇൻട്രസ്റ്റ് ലോസായി. കാരണം ഇത്രയും നാള് തൻ്റെ കുടുംബത്തെ താൻ എന്തുകൊണ്ടും രക്ഷിക്കും എന്ന്, അതായത് ഇപ്പോൾ കുടുംബത്തെ കൊന്നിട്ട് ജോർജ് കുട്ടി രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ ഇപ്പോൾ ഓക്കെ, ഇപ്പം നമുക്ക് ക്ലൈമാക്സ് മനസ്സിലായി. ഇപ്പോൾ ലാലേട്ടനെ കൊടുക്കാനാണ് ഷാജോണും നമ്മുടെ സിദ്ദിഖിൻ്റെ ക്യാരക്ടറൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ അതിൽ ട്രാപ്പായി. പോലീസ് അപ്പം തന്നെ വരുന്നു. ലാലേട്ടൻ ഇനി പുറത്തിറങ്ങിയാൽ പോലും എന്ത് കള്ളങ്ങളൊക്കെ പറയുമെന്നും അവർ വിശ്വസിക്കാനൊക്കെ ചാൻസ് കുറവാണ്. അവരുടെ പ്ലാൻ പോലെ സംഭവങ്ങൾ വർക്കൗട്ട് ആവും. പക്ഷെ ലാലേട്ടൻ അവിടെ പെട്ടുപോയി. സോ ഇനിയിപ്പോൾ മോളെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ഒന്നെങ്കിൽ ലാലേട്ടന് വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വയലന്റ്, ഇപ്പം മോളെ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ 1-2 മുറിവൊക്കെ കൊടുത്താൽ പോരെ. കുറച്ച് വയലൻസ് എവിടെയെങ്കിലൊക്കെ കുറച്ച് കൊടുത്തു. ഇത് മൊത്തത്തിൽ തല്ലി അടിച്ച് ഭയങ്കര വയലന്റ് ആയിട്ട് എനിക്ക് ആ സീൻ സത്യം പറഞ്ഞാൽ ദഹിച്ചില്ല. കാരണം നമ്മുടെ ജോർജ് കുട്ടിയോടുള്ള ഒരു വിശ്വാസം പോയില്ലേ പുള്ളി. എന്നിട്ട് മോളെ എന്നെ വിശ്വാസം ഉണ്ടോന്നൊക്കെ ഡയലോഗൊക്കെ ഉണ്ട്. ആ ഡയലോഗ് നൈസ് തന്നെയാണ്. എത്ര പേര് എൻ്റെ ഈ ഒപ്പീനിയനോട് യോജിക്കുന്നത് എനിക്കറിയില്ല. കുറച്ച് പേരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എന്തായാലും പറയണമെന്ന് തോന്നി. ഇതാണ് എനിക്ക് സിനിമാറ്റിക് നെഗറ്റീവ്. ക്ലൈമാക്സ് ഭാഗം എനിക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല എന്നൊറ്റടിക്ക് പറയാം. ടുവേർഡ്സ് ക്ലൈമാക്സ്, അതായത് ഇതൊരു മിഡായിട്ടാണ് ക്ലൈമാക്സിൻ്റെ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമൊന്നും കുഴപ്പമില്ല. ജോർജ് കുട്ടി ജയിലിൽ പോണു, പുള്ളി ഇനി ഒന്നും ചെയ്യരുതെന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഈ മോളെ തല്ലിയ ഒരു കേസ് തന്നെയാണ് എനിക്ക് അത്രയും വയലൻ്റ് ആയിട്ടൊന്നും തല്ലണ്ടായിരുന്നു. അപ്പോൾ ആ കൺസിസ്റ്റൻസി അങ്ങോട്ട് പോയില്ലേ, അതാണ് പ്രശ്നം. ജോർജ് കുട്ടി ഒരു ക്രിമിനൽ മൈൻഡാണെന്നുള്ള ആ കൺസിസ്റ്റൻസി ഇപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ സ്നേഹം, എനിക്ക് മോളെ ഇഷ്ടമാണ്, ഞാൻ എന്ത് വില കൊണ്ടും എൻ്റെ ഇതിന് ഭേദം അവർ ജയിലിൽ പോകണമായിരുന്നല്ലോ. ജയിലിലൊന്നും ഇത്ര പ്രത്യേകിച്ചൊന്നും ജയിലിൽ അടച്ചിടും, അത്രേ ഉള്ളൂ. ഇതുപോലെ തല്ലൊന്നും മേടിക്കേണ്ടതെന്ന് ആവശ്യമില്ലായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതൊരു വീക്ക് ദൃശ്യം സീക്വൻസിലെ ഏറ്റവും അത്യാവശ്യം വീക്കായിട്ടുള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് D3 എന്ന സിനിമ തോന്നിയത്. സിനിമ എനിക്ക് 2.5 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോറൊന്നും അടിച്ചില്ല. ഈ ക്ലൈമാക്സിൽ വന്നപ്പോൾ എനിക്ക് ഒരു സീൻ മാത്രമാണ് എനിക്ക് യോജിക്കാത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ കിടിലെന്ന് പറയാൻ തോന്നുന്നില്ല, ആ ഒരൊറ്റ സീൻ മാത്രം കാരണം. പിന്നെ നമ്മുടെ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ല, ആ ക്യാരക്ടർ കൺസിസ്റ്റൻസി ഒന്ന് ചേഞ്ച്, അത് റീസൺ പറയുന്നുണ്ട്, അത് കൺവിൻസിങ് തന്നെയായിരുന്നു. ഒരു 2 വർഷം കൊണ്ട് സ്വന്തം ഭാര്യ വീക്കാണ്, മകനെ ഭാര്യയോടൊപ്പം നിന്നില്ല. അപ്പോൾ ഒരു മനോഭാവം കാരണം പുള്ളി അങ്ങനെ ഒരു ക്രൂവൽ മൈൻഡായിട്ടുള്ള ജോർജ് കുട്ടി തന്നെ മാറി ഇത്രയും കൊല്ലം തന്നെ. അപ്പോൾ എന്തായാലും പുള്ളി കാരണം മാറും, തെറ്റൊന്നും പറയുന്നില്ല. പിന്നെ വീണ നന്ദകുമാർ പുള്ളിക്കാരത്തി ഞാൻ ട്രെയിലർ കണ്ട സമയത്ത് എൻ്റെ ഒരു തോത്ത് എനിക്ക് തോന്നിയത് ഒരു മീഡിയ ഇൻവെസ്റ്റിഗേഷൻ ഫുൾ ഒരു മീഡിയ, അവരൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു റിവെഞ്ച് പരിപാടിയൊന്നും ഷാജോണ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. കാരണം അവിടെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം നമ്മുടെ ലാലേട്ടനൊക്കെ പറയുമ്പോൾ എന്തായാലും ഉറപ്പെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. പക്ഷെ അവരൊക്കെ പറ്റിച്ച് ഷാജോനെ കൊണ്ടുവരണമെന്നും ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഥ വിചാരിച്ച വേറെ രീതിയിലാണ്. പക്ഷെ അതും പ്രതീക്ഷിച്ചൊന്നല്ല പോയത്. ഈ വീണ നന്ദകുമാർ ഫുൾ അന്വേഷിക്കുന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും ഉണ്ടായത് പോലുമില്ല. എവിടെയോ ഒരു ബക്കറ്റും ഉണ്ട്, എവിടെയൊക്കെ പോയി. ആ ക്യാരക്ടർ ഇനി കൊണ്ടുവരും. ഇനിയിപ്പോൾ D4 അതിൻ്റെ കണ്ടിന്യൂഷനെ കണ്ടാന്ന് പ്രതീക്ഷിക്കണം, അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് ദൃശ്യത്തിനെ പറ്റി ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാത്തവർ എന്തായാലും വീഡിയോ കണ്ടിട്ടില്ല എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ കണ്ടവർ തന്നെ ആയിരിക്കും സിനിമ കണ്ടവരാണ് ഈ വീഡിയോ കൂടുതൽ കണ്ടതെന്ന് പ്രതീക്ഷിക്കണം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യണം ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്ത റിവ്യൂ ഒക്കെ ആയിട്ട് കാണാം.